രാവിലെ മുതലുള്ള ഓട്ടത്തിനൊടുവിൽ എവിടെന്നോ വിശപ്പെന്ന് പറഞ്ഞ വികാരം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വാടി വിളിക്കുന്ന പോലെ തോന്നി. അവസാനം അങ്ങനെയാട്ടോ ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ കയറുന്നത്. ഈ റെസ്റ്റോറൻറ്റ് പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ ഇതുവരെ ലൈഫിൽ ഫുഡും ഡ്രിങ്ക്സും ബിയേഴ്സും വെയിറ്റേഴ്സോ വെയിറ്റേഴ്സോ അല്ലാതെ ട്രെയിൻ സെർവ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അതെ, അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലാട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. കയറി കാലി കുത്തിപ്പാട് അവിടെ നിന്നൊരു ചോദ്യം, ഡു യു ഹാവ് റിസർവേഷൻ? ഞങ്ങളാണെങ്കിൽ റിസർവേഷനെ കുറിച്ച് അറിഞ്ഞിട്ടുമില്ല. എന്തോ ലക്ക് ഫേവർഡ് us ഓൺ ദാറ്റ് ഡേ. റിസർവേഷൻ്റെ ഒന്നും ആവശ്യമില്ല, സീറ്റ് നമ്പർ 50 പോയിരുന്നോ എന്ന് പറഞ്ഞു. എന്തോ ഞങ്ങളെ കണ്ടിട്ട് പാവം തോന്നിയതുകൊണ്ടാണോ അല്ലെങ്കിൽ സീറ്റ് കൂടുതലുണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായിരുന്നാലും പിന്നെ സീറ്റ് നമ്പർ 50 അന്വേഷിച്ചുള്ള ഒരു നടപ്പായിരുന്നു. വെറും യങ്സ്റ്റേഴ്സ് മാത്രം ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ അവിടെ കണ്ടത് പാരൻസ്, പിള്ളേര് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ്സും ഡ്രിങ്ക്സും ആസ്വദിക്കുന്നതാട്ടോ. അവസാനം അന്വേഷിച്ച് സീറ്റ് നമ്പർ 50 ഞങ്ങൾ കണ്ടുപിടിച്ചു. പിന്നെ അവിടെ കയറി ഒരു ഇരിപ്പായി. ഞങ്ങൾ അവിടെ കയറി ഇരുന്നതും ഞങ്ങൾ കണ്ടത് ടിഷ് കാർട്ടിയാ. ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറച്ചൊക്കെ നോക്കി, അത് കഴിഞ്ഞ് അപ്പുറത്തിരിക്കുന്ന മെനു കാർഡും എടുത്ത് അതിലെന്താ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങ് ഓർഡർ ചെയ്തു. പിന്നെ ആ ഓർഡർ ചെയ്തത് വരാനായിട്ടുള്ളൊരു കാത്തിരിപ്പായിരുന്നു. ക്യൂരിയോസിറ്റി കൂടിയപ്പോൾ മരിയ വേറെ ആരോ ട്രെയിൻ ബിയർ എടുത്തു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അത് അടുത്തുള്ള വർക്കറിനെ കൊടുത്ത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ദാണ്ടെ നോക്കിയപ്പോൾ വീണ്ടും അടുത്ത ട്രെയിൻ ബിയേഴ്സ്. ഇനി ഞങ്ങളുടെയാണോ ഇതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് തൊട്ട് തലോടി വിട്ടായിരുന്നു. ദേവാദേനം എടുത്തില്ല. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ദേ ഞങ്ങളുടെ കൺമുമ്പിൽ വന്നു. 4 ട്രെയിൻ ബിയേഴ്സ്. പിന്നെ ദേ ഞങ്ങൾ ഓർഡർ ചെയ്ത പുൾഡ് ബീഫ് ബർഗർ വിത്ത് ഫ്രൈസ് വന്നു, റോസ്റ്റഡ് ബീഫ് വിത്ത് സ്ലൈസ്ഡ് ബ്രെഡ് വന്നു, പിന്നെ 2 ട്രെയിൻ ബിയേഴ്സ് കൂടി. അമ്മേ, സംഭവം അങ്ങ് ആകെ ഉഷാറായി. അങ്ങനെ ഞങ്ങൾ ചിയേഴ്സും പറഞ്ഞ് ഓരോരോ ഫുഡ് ഐറ്റംസ് ആയിട്ട് ട്രൈ ചെയ്ത് തുടങ്ങി. ആദ്യം പുൾഡ് ബീഫ് ബർഗറിൽ നിന്ന് തുടങ്ങിയേ, അത് കഴിഞ്ഞിട്ട് അവസാനിപ്പിച്ചത് സ്ലൈസ് ബ്രെഡിലാണ്. ആദ്യം ഫോർക്ക് വെച്ച് ട്രൈ ചെയ്തെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ പരിപാടി ഇവിടെ ഓടുന്നില്ലാന്ന്. പിന്നെ കൈ വെച്ചിട്ടായിട്ടോ ബാക്കിയുള്ള കഴിപ്പ്. വന്ന മുതൽ ആ ട്രെയിനിൽ കയറ്റി തിരിച്ചു വിട്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഫോട്ടോ എടുക്കണമെന്ന് തോന്നിയത്. പിന്നെ അപ്പുറത്തിരിക്കുന്ന വർക്കറിനോട് അപ്പം തന്നെ ചോദിച്ച പുള്ളിക്കാരി ഞങ്ങൾക്ക് ഒരു ഫോട്ടോ എടുത്ത് തന്നായിരുന്നേ. അതാണ് ഈ കാണണേ. അങ്ങനെ ഞങ്ങൾ ആ ബില്ലും പേ ചെയ്ത് ഒരു അടിപൊളി കസ്റ്റമർ സർവീസ് കാരണം സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ആയിട്ടാട്ടോ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പുറത്തിറങ്ങണേ. ജസ്റ്റ് ലൈക്ക് ദ ഫ്രോഗ് that lived in a pond needed the help of a frog from the sea to really know what the world was like. I also felt that ഇന്നിങ്ങനെ ഒരു ജേർണി പോസിബിൾ ആവണമെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ആ നടന്നു പോകുന്ന ചേച്ചിക്കാട്ടോ. പിന്നെ ബർഗർ കിങ് കയറി ബർഗർ വാങ്ങിച്ച് സ്ട്രീറ്റ് കൂടെ ഒക്കെ നടന്ന് വീട്ടിൽ പോകാനുള്ള ഒരു പ്ലാനേ. കാരണം ഇനിയും നാളെ പ്ലേസസ് വിസിറ്റ് ചെയ്യാനുണ്ടെന്നേ. അപ്പോൾ ബാക്കി വിശേഷമായി അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.